ഈ കഴിഞ്ഞ ഓണത്തിന് നന്ദു വീട്ടിലേക്ക് വന്നിട്ട് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ പണ്ട് സ്കൂളിലേക്ക് പോയതും അല്ലെങ്കിൽ ഇപ്പോഴും സ്ഥിരം ആടിയിൽ എല്ലാവരും നടന്നു പോകുന്ന വഴികളിലൂടെ ഓനെ കൊണ്ടുപോകണമെന്നുള്ളത്. അപ്പോൾ നമ്മളെ ആ ഭാഗത്തേക്ക് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നമ്മൾ ആ സൈഡിലേക്ക് നല്ല റോഡും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല കാടാണ്. ഇങ്ങനെ മഴയെല്ലാം വന്നാൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് വണ്ടിക്കെല്ലാം വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ചുറ്റിയിട്ടാണ് ഏകദേശം വീട്ടിലേക്ക് വരൽ. പിന്നെ ആ ചുറ്റിലൊരു നന്ദുവിനെയും കാണിക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന പോക്കിലാണ് ഈ ഓട്ടോറിക്ഷ കണക്കത്തെ സാധനം 100 നമ്മൾ പറയും ഈ സാധനം കാണുന്നത്. ഇത് ഇവിടെ മലപ്പുറത്ത് എടുത്ത മോളുമെല്ലാം പറഞ്ഞു ഇവിടെ ഇല്ലയെന്ന്. അപ്പം ഞാൻ സൂര്യനത് എടുത്തിട്ടാകുമ്പോൾ അതൊന്ന് വെറുതെ വീഡിയോ എടുത്ത് വെച്ചു. അങ്ങനെ ഞാൻ നന്ദുവിനോട് ഞാൻ സ്ഥിരം സ്കൂളിലേക്ക് പോയ വഴിയിൽ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പഠിപ്പിക്കാൻ പോകുമ്പോഴായാലും നമ്മളൊരു ടൗണ് കർമ്മന്തോടിക്ക് എത്തണമെങ്കിൽ ഇങ്ങനെ നടന്നിട്ട് വേണം പോകാൻ. റോഡുണ്ട്, പക്ഷേ ഇത് എളുപ്പ വഴി ആയതുകൊണ്ട് നമ്മൾ ഇതിലാണ് കയറൽ. ഇപ്പോൾ ഇങ്ങോട്ട് ആനയെല്ലാം ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിലെ വരുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ആനേനെ കണ്ടിട്ടുണ്ട്. പിന്നെ കാട്ടുപോത്തുണ്ടാവും, പന്നി ഉണ്ടാവും, കുരങ്ങുണ്ടാവും, മയിലുണ്ടാവും. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് എല്ലാം ഉണ്ടാവും. അപ്പോഴാണ് എൻ്റെ കൂടെ ഉണ്ടായ അപ്പു പറയുന്നത് പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ഉള്ളത്. അപ്പോൾ നന്ദു ആദ്യം വിശ്വസിച്ചിട്ട് ആ പുലി എന്നെല്ലാം പറയുമ്പോൾ വെറുതെ തള്ളുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. ഏതായാലും നന്ദു പറഞ്ഞ് പോകുന്ന പോക്കിന് പുലീനെ ആനേനെ കാണാമല്ലോ എന്നുള്ള ഇതായിരുന്നു. പിന്നെ നന്ദു അങ്ങനെ ഇങ്ങോട്ടൊന്നും അധികം നടക്കാത്തതുകൊണ്ട് തന്നെ ഓന് പുതിയൊരു എക്സ്പീരിയൻസ് പോലെയായിരുന്നു ഓന് ഉണ്ടായത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറേ ഇഷ്ടമില്ല, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ വന്ന് ഞങ്ങൾ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഫോട്ടോയെല്ലാം എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തിയത്. ഒന്നുമല്ല, വെറും പാറയാണ്. പക്ഷേ ഈ ഓണക്കാലമെല്ലാം ആകുന്ന സമയത്ത് മൊത്തം കാക്കപ്പൂവെല്ലാം വന്നിട്ട് നീല കളർ, ഫുൾ ഏകദേശം നീല കളറിൽ വന്നിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഞാനും സൂര്യനും നന്ദുവും അപ്പും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കാൻ വിചാരിച്ച് വന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത് നിങ്ങളെയും കൂടി കാണിക്കാമെന്നുള്ളത്. കാക്കപ്പൂരം എനിക്ക് തോന്നുന്നു ഓണത്തിന് പിള്ളേരെല്ലാം വന്ന് പറിച്ചു കൊണ്ടുവരുന്നുണ്ടാവും. അങ്ങനെ നോക്കുമ്പോഴാണ് അളിയനും ഭയങ്കര സംസാരം. ഇവർക്ക് ഇത്രത്തോളം എന്നോടും കൂടി നന്ദു അത്ര വർത്താനം പറയില്ല. എന്നിട്ട് പറയാം എനിക്ക് സൂര്യനെ ഭയങ്കര ഇഷ്ടം എന്ന് പറയും. ഞാനും അപ്പുഞ്ഞി ഇങ്ങനെ അയച്ചു വിട്ടാൽ പോയോളൊക്കെ കണക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയൽ, ഫോട്ടോ എടുക്കാൻ്റെ തത്രപ്പാടിലാണ് ഓടുന്നത്. അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും പറയും ഇടുന്നാണ് ആനയെല്ലാം വെള്ളം കുടിക്കലെന്ന്. അവിടെ പോയിട്ട് നമുക്ക് നിറച്ചും ഉണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഫോറസ്റ്റുകാർ നമ്മളെ വിളിക്കുന്നതും. ഫോറസ്റ്റുകാർ പറഞ്ഞു വേഗം വിട്ടോ മക്കളെ, പുലി വന്നിട്ടുണ്ട്, അപ്പോൾ ഇത് നമ്മളിവിടെ നോക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയ സമയത്ത് ചെറിയൊരു റീലും എടുത്തിട്ട് നമ്മൾ സ്ഥലം വിട്ടു. ഇതായാലും നന്ദുവിന് കുറേ ഇഷ്ടമായി, സ്ഥലവും ആൾക്കാരും നാടെല്ലാം ഭയങ്കര ഇഷ്ടമായി. അപ്പം നന്ദുവിന് എൻ്റെ നാട് ഇഷ്ടപ്പെട്ട സന്തോഷത്തിലാണ് ഇപ്പം ഞാനുള്ളത്. അപ്പോൾ ആ സ്ഥലം നിങ്ങളെയും കൂടി കാണിക്കാൻ തോന്നുന്നു.